അങ്ങനെ നമ്മൾ അബുദാബി കോർണിഷിലെത്തി. നല്ല വ്യൂ ആട്ടോ കാണാൻ, നല്ല അടിപൊളി. ബാക്ക് സൈഡിലാണ് നമ്മുടെ കടൽ. നല്ല സൈലൻറ്റ് കടലാണ്. നാട്ടിലത്തെ പോലെ തിരമാലകൾ കാര്യങ്ങളൊന്നുമില്ല ഈ ഭാഗത്ത്. അവിടെ നല്ല സെറ്റപ്പ് ആട്ടോ. ഒരു കാറിൻ്റെ മുകളിൽ, പഴയൊരു കാറ് മുകളിൽ കയറ്റി വെച്ചിട്ട് അതിൽ നിന്ന് വെള്ളം ചാടിക്കുക. കുറച്ച് ആളുകൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ നല്ലൊരു വൈബ്. ഷെറട്ടൺ ഹോട്ടലിൻ്റെ ഓപ്പൺ ബീച്ച് പോലെ സെറ്റപ്പാക്കിയ ഏരിയ ആണ് കേട്ടോ അത് സൈഡിൽ. അങ്ങനെ സന്ധ്യയായി തുടങ്ങി. ബിൽഡിങ്ങിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട്. നൈറ്റ് വ്യൂ നല്ല അടിപൊളിയാണ്. ഇന്ന് അബുദാബി സിറ്റി എക്സ്പ്ലോറിങ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ നേരെ പോണത് അബുദാബിയിലെ കോർണിഷിലേക്കാണ്. നല്ല ക്ലൈമറ്റാണ്, അടിപൊളി. കോർണിഷിലേക്ക് പോണ വഴിയാണ് അബുദാബി ജനീവ്. നല്ല അടിപൊളി വ്യൂ. തൊട്ടടുത്തുള്ള ഷെറട്ടൺ ഹോട്ടലാണ്. വാവ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുക, അബുദാബി കോർണിഷ്. നല്ല അടിപൊളി സെറ്റപ്പാണ് അവിടെ. ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ വൈകുന്നേര സമയമാണ്. ക്ലൈമറ്റ് നല്ല ഒരു മൂടലൊക്കെ ഉണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. മഴ പെയ്താൽ പണി പാളും. വൈകുന്നേരം നോമ്പ് തുറക്കാനൊക്കെ ഉള്ള സമയം ഏകദേശം ആകാനായി. അതുകൊണ്ടാണ് തോന്നുന്നത് റോഡിലൊന്നും അധികം വണ്ടികളില്ല, തിരക്കില്ല. നല്ല വൈബല്ലേ കാണാൻ. വാവ്. അങ്ങനെ നമ്മൾ അബുദാബി കോർണിഷിലെത്താനായി. ഇതിലെയാണ് ദുബായിലേക്കും പോവുക. റൈറ്റിലേക്ക് പോയാൽ ദുബായിയാണ്. അപ്പോൾ അബുദാബിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ഈ കോർണിഷ്. നല്ല അടിപൊളിയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരലുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇന്നാണ് വരാൻ പറ്റിയത്. ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അബുദാബി സിറ്റി കാണിക്കുന്ന വീഡിയോകളിലൊക്കെ ഈ ബിൽഡിങ്ങൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ട്. ആ രണ്ട് ബിൽഡിങ് കാണുന്നത് അംദാൻ സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോർണിഷിൻ്റെ ഒരു വ്യൂ വരുന്നത്, മേൽവശം. അപ്പോൾ നമുക്ക് പോകേണ്ടത് അണ്ടർപാസിലൂടെയാണ്. താഴെ നല്ല സെറ്റപ്പായിട്ട് അടിയിൽ അണ്ടർപാസ്, മേലെ വണ്ടികൾക്കൊക്കെ പോകാനുള്ള റോഡ്. എന്താ സെറ്റപ്പ്. ഇതാണ് അണ്ടർപാസ്. നേരെ താഴെ കൂടെ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുക, നേരെ അപ്പുറം ചെന്ന് കയറുക. അപ്പുറം സൈഡിലാണ് കേട്ടോ കോർണിഷ് വരുന്നത്. ഇവിടുത്തെ വൃത്തിയൊന്നും എടുത്ത് പറയേണ്ട തന്നെയാണ്. എന്താണ് നീറ്റ് ആൻഡ് ക്ലീൻ സിറ്റി. അടിപൊളിയായിട്ടാ. ഗാർബേജൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. വാവ്. ബിൽഡിങ്ങിൻ്റെ വ്യൂ തന്നെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അല്ലേ. രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് ആളുകളുണ്ടാവും. ഇപ്പോൾ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടാണ്. ഇതാണ് ടണൽ പോലെ അടിപൊളി സെറ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിലൂടെയാണ് റോഡ് പോണത്. അപ്പോൾ ഈ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോർണിഷായി. ഒരു എക്കോ സൗണ്ട് സിസ്റ്റം. അയ്യോ. അങ്ങനെ നമ്മൾ കോർണിഷിലെത്തി. അപ്പോൾ ഇതാണ് കോർണിഷിൻ്റെ എൻട്രൻസ്. ഇവിടെയൊക്കെ നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ നോമ്പ് ടൈമൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല ഇലക്ട്രിക് സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ബാർകോഡ് ഉണ്ടാവും. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ഉപയോഗിക്കാം. എത്രയാണ് വരുന്നതെന്നുള്ളത് അറിയില്ല. 100 മിനിറ്റ്സ് ഫ്രീ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. റമദാൻ റൈഡ്സ്. അപ്പോൾ അബുദാബി ഏരിയയിൽ ഉള്ള ആളുകൾ ഇത് കിലോമീറ്ററോളം സൈഡ് അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. പരന്ന് കിടക്കുന്നുണ്ട്. വാവ്. ഒരു സൈഡിൽ റോഡ്, അപ്പുറ സൈഡിൽ കടൽ. വിദേശികളെ ഇത്ര അടിപൊളിയായിട്ട് കെയർ ചെയ്യുന്ന ഒരു രാജ്യം അത് ദുബായ് തന്നെ. 2-3 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിദേശികളോട്, അതായത് വിസിറ്റേഴ്സിനോടൊക്കെ എന്താ അടിപൊളി. ക്ലീന് ഏരിയ, നല്ല അടിപൊളി ക്ലീനായിട്ട്. വാവ്. പൂക്കളൊക്കെ നോക്കും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഊട്ടിയിലൊക്കെ പോയിട്ടാണ് ഇതേപോലെ, അതും പൈസ കൊടുത്തിട്ട് കാണണം. അപ്പോൾ ഇവിടെയൊക്കെ
ഇതേപോലെ ഇതൊക്കെ ഫുള്ള് പൂക്കളാണ്. ഒരാൾ നശിപ്പിക്കില്ല, ഒന്നുമില്ല. അതാണ് അത്രയും. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആർക്കെങ്കിലും നശിപ്പിക്കാൻ തോന്നും. നോക്ക് എന്താ രസം, അടിപൊളി. പല കളറിൽ, വൈറ്റ്, വയലറ്റ്, റോസ്. വാവ്, അടിപൊളി. ആളുകൾ വളരെ കുറവാണ്. എന്താ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടില്ലേ. ഇപ്പോൾ വരുന്ന ആളുകൾ മാക്സിമം ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും കൊണ്ടിടാതെ നോക്കുക. അത്ര ക്ലീനായിട്ടാണ് ഇവിടെ. നല്ല ഫൈനും കിട്ടും. പിന്നെ ഫിഷിംഗ് ഏരിയ ഉണ്ട്. അതും എല്ലാ സ്ഥലങ്ങളിലൊന്നുമില്ല. കറക്റ്റായിട്ട് അതിന് അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, ആളുകൾ ഫിഷിങ് ചെയ്യുന്നുണ്ട്. എന്താ വളരെ സൈലൻ്റായ സീ സൈഡാട്ടോ. കടൽ ഭയങ്കര ശാന്തമായിട്ടാണ്. നല്ല ബ്ലൂ കളറാണ് വെള്ളം. ആളുകൾക്ക് ഇരിക്കാനൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജോഗിങ്ങിന്, സൈക്കിള് ഒക്കെ ഓടിക്കാൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ ജോഗിങ്ങിനൊക്കെ വരലുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആളുകളെയൊക്കെ കാണാം. ഹായ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഫിഷിംഗ് ഈസ് പ്രൊഹിബിറ്റഡ്. അതായത് ഇങ്ങനെയുള്ള എഴുതി വെച്ച സ്ഥലങ്ങളിൽ ഫിഷിങ് ചെയ്യാൻ പാടില്ല. അടിപൊളിയാട്ടോ. നല്ല നല്ല നീല കളറ്. വാവ്. മേളിൽ നിന്ന് നോക്കിയാൽ തന്നെ അടി കാണും. അത്രയ്ക്ക് അധികം ആഴമില്ല. അടിപൊളി അടിപൊളി. എന്തായാലും അബുദാബിയിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് മസ്റ്റായിട്ട് വരിക. പിന്നെ ഇവിടെ പൊതുവായിട്ട് കോർണിഷ് തന്നെ പറയുക. അപ്പോൾ മിക്കവാറും ഈ സൈഡുകളിലൊക്കെ ഉണ്ടാവും ഇതേപോലെ. അപ്പോൾ അടുത്തടുത്തുള്ള ആളുകൾ എന്ത് ചെയ്യുക, അവരുടെ അടുത്തുള്ള കോർണിഷുകളിൽ പോവുക. എന്തായാലും ചില്ലാകാൻ പറ്റിയൊരു സ്ഥലമാണ്. അല്ല ഈവനിങ് വാക്കിനൊക്കെ പറ്റിയത്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഇവിടെ ഫിഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷിങ്ങിനായിട്ടൊക്കെ ഒരു സ്പോട്ട്. അയ്യവാ, ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു പൂച്ചേനെയും കൂടെ കണ്ട്. എന്നാ ബാ, വിളിച്ചാൽ വരുമോ നോക്കാം. ബാ. സംഭവം സെറ്റാ. നോമ്പൊക്കെ ആയതുകൊണ്ടേ സംഭവം പൂച്ചയ്ക്കൊന്നും കിട്ടണില്ല തോന്നുന്നു. അടിപൊളി അല്ലേ. സെറ്റ്. ഗാർബേജൊക്കെ ഇടാൻ നല്ല ക്ലിയറായിട്ട് നല്ല സെറ്റായിട്ട് ഉണ്ടാക്കി നോക്ക്. അതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആരും എന്ത് ചെയ്യുക, നിലത്തൊന്നും ഒന്നും ഇടൂല. നമ്മുടെയൊക്കെ ഇവിടെ പറ്റണ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാക്കിയിട്ട് ഉണ്ടാക്കും. പക്ഷേ ഇതേപോലുള്ള സെറ്റപ്പുകളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ നല്ല ആളുണ്ട്, ആളുകൾക്ക് ഇരിക്കാനൊക്കെ. അതേപോലെ തന്നെ സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകൾക്ക് അതിനായിട്ട് സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം വരണമെങ്കിൽ നല്ല ഗ്യാങ്ങായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലം. റോഡ് സൈഡ് തന്നെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ആവും. ഇത് മറ്റൊരു ഫിഷിംഗ് ഏരിയ ആണ്. ഫിഷിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ഒരാളൊന്ന് പോയി നോക്കാം. പക്ഷെ വൈകുന്നേരം കുറച്ചുകൂടി ഇരുട്ടായാലും എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. വീണ്ടും ഒരു വെറൈറ്റി പൂച്ച. എന്താ കളറില്ലേ. അയ്യവാ, സംഭവം പൂച്ച കമ്പനിയായി തോന്നുന്നു കേട്ടോ. ബേക്കിൽ വരുന്നുണ്ട്. പോരണോ റൂമിൽ പോരണോ? ഉണ്ടോ? ഇതൊരു എക്സസൈസ് ഏരിയ ആണ്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോഡ് സൈഡിൽ കൂടെ എത്ര അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ക്ലൈമറ്റ് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടേ പൂക്കൾക്കൊക്കെ വളരാൻ പറ്റിയ സാഹചര്യമാണ്. എന്താല്ലേ. പിന്നെ നോക്കണ അതേപോലെ അതാണ്ടല്ലേ, പൈപ്പൊക്കെ ഉണ്ടോ, കറക്റ്റ് ടൈമിന് വെള്ളം കൊടുക്കും.
പിന്നെ ഇത് നോക്കാനായിട്ട് ആളുകളുണ്ട്. ഇവിടെ സൈക്കിളിന് പോകാനായിട്ട് പ്രത്യേകം റോഡ്, അതൊക്കെ തന്നെ അടിപൊളിയല്ലേ. നടക്കാൻ വേറെ, നമ്മുടെ സൈക്കിള് ഇലക്ട്രിക് ബൈക്കിനൊക്കെ പോകാൻ വേറെ റോഡ്. അടിപൊളി അടിപൊളി. സിഗരറ്റൊക്കെ വലിക്കേണ്ട ആളുകൾക്ക് ഇതാ സൈഡിൽ തന്നെ നല്ല ആശ്രയോട് കൂടിയിട്ടുള്ള വേസ്റ്റ് ബോക്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ക്ലീൻ ആയിട്ടിരിക്കുന്നത്. ദുബായിൽ മൈന ഇല്ലയെന്ന് പറയണ്ട, 2 മൈന. വാവ്, 2 ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. എന്താ സെറ്റപ്പ്. വാവ്, എന്താല്ലേ. പബ്ലിക് ആർട്ട് അബുദാബി, എന്താ നോക്ക്, അടിപൊളിയായിട്ട് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്ത് മെറ്റീരിയലാണാവല്ലേ, നല്ല രസമുണ്ട് എന്തായാലും. ഉള്ളിൽ കൂടെ കയറാം. പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു കേട്ടോ. വാവ്, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇരുന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. എന്നാലും നമുക്ക് ഇരുന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. ഒരുപാട് ആളുകളാണ് നമ്മുടെ ബേക്കിലൊക്കെ അതാ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനും കാണിക്കാനും. അപ്പോൾ അങ്ങനെ നമ്മുടെ അബുദാബി കോർണിഷിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നോമ്പൊക്കെ തുറക്കാനായി. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല അടിപൊളി ബീച്ചാട്ടോ. പിന്നെ ഇവിടെ നീന്താനൊന്നുള്ള സംവിധാനങ്ങളില്ല, അതൊക്കെയുള്ള ഏരിയ വേറെയാണ്. അപ്പോൾ നമുക്കൊരു ദിവസം എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കാണിക്കാം.